ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ച് യുവമോർച്ച സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ കല്ലേറിൽ കർമ്മ ന്യൂസിന്റെ ക്യാമറാമാൻ ബിബിന് പരിക്കേറ്റു. കല്ല് പതിച്ച് വാരിയലിന് പൊട്ടൽ. പരിക്കേറ്റതിനെ തുടർന്ന് തിരുവനന്തപുരം ആറ്റുകാൽ ഹോസ്പിറ്റൽ പ്രവേശിപ്പിച്ചു. വാരിയലിനാണ് പരിക്കേറ്റത്. തുടർന്ന് എക്സ്റേ എടുത്തു. ഇപ്പോൾ നിരീക്ഷണത്തിനായി തന്നെ ആശുപത്രിയിൽ തന്നെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് പിണറായി സർക്കാരിനെതിരെ ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സർക്കാരിനെതിരെ യുവമോർച്ച അവിടേക്ക് മാർച്ച് നടത്തിയത്. ഇതിൽ പ്രതിഷേധിച്ച് പോലീസിന്റെ ഭാഗത്തു നിന്നും ലാത്തിച്ചാർജ് നടത്തി. ഇതിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഇവർക്ക് നേരെ ലാത്തിച്ചാർജും തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിച്ച പ്രവർത്തകർക്ക് നേരെ വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചു. പ്രതിഷേധകർക്ക് നേരെ 6 തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. എന്നിട്ടും പിരിഞ്ഞു പോകാതെ വന്നതോടുകൂടി തന്നെ പ്രവർത്തകർക്ക് നേരെ വീണ്ടും ലാത്തി വീശുകയാണ് ഉണ്ടായത്. പോലീസ് നടത്തിയ ലാത്തി ചാർജിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതോടെ യുവജന പ്രതിഷേധത്തിന് നേരെ പിണറായി പോലീസ് നടത്തിയ നരനായാട്ടിന്റെ വാർത്തകളാണ് പുറത്തുവരുന്നത്. അതേസമയം വിവിധ ജില്ലകളിൽ ഈ വിഷയത്തിൽ പ്രതിഷേധം കനക്കുകയാണ്. ഇന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രി വി.എൻ. വാസവന്റെ ഏറ്റുമാനൂരിലെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. ഇതും സംഘർഷത്തിൽ കലാശിക്കുകയാണ് ഉണ്ടായത്. പോലീസ് ജലപീരങ്കിയും പ്രയോഗിച്ചു. പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു. റോഡ് ഉപരോധിച്ചുകൊണ്ട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യുകയാണ് പിന്നീട് ഉണ്ടായത്. ജില്ലാ പ്രസിഡന്റ് ഗൗരി ശങ്കർ, റാഷ് മോൻ, മനു എന്നിവരടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്തതായും വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. അതേസമയം ശബരിമല വിഷയത്തിൽ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. അന്വേഷണം പല വഴിക്ക് ഇപ്പോൾ തിരിഞ്ഞിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നിൽ ആരൊക്കെയാണുള്ളതെന്ന് ഇതുവരെയും ഒരു വ്യക്തത വരാത്തതിലും അതിൽ സംശയങ്ങൾ ബാക്കിയാവുകയാണ്. അതിനിടയിൽ സർക്കാരിനെതിരെ പ്രതിഷേധവും കനക്കുന്നു. അതായത് പ്രതിപക്ഷ പാർട്ടികളും BJPയും അടക്കം ശക്തമായ രീതിയിൽ ഇപ്പോൾ പ്രതിഷേധത്തിനായി രംഗത്തുണ്ട്. അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച കള്ളന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം ഹൈദരാബാദുകാരനായ നാഗേഷിലേക്കും നീങ്ങിയിരിക്കുകയാണ്. സ്വർണം അടിച്ചുമാറ്റിയതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രധാന സഹായിയായ നാഗേഷ് എന്ന നിർണായക വിവരമാണ് പ്രത്യേക സംഘത്തിന് ലഭിച്ചത്. അതുപോലെ ശബരിമലയിലെ യഥാർത്ഥ ദ്വാരപാലക ആ ശില്പം, അതിന്റെ പാളികൾ ഇയാൾ കൈക്കലാക്കുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ചെയ്തിരിക്കാമെന്നും സംശയങ്ങൾ ഉയർന്നു വരുന്നു. സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ഏറെ ദിവസം കഴിഞ്ഞാണ് അല്ലെങ്കിൽ സൂക്ഷിച്ചത് ഹൈദരാബാദിലെ നാഗേഷിന്റെ സ്ഥാപനത്തിലാണ് എന്നും വ്യക്തമാകുന്നു. സ്വർണം പൂശാനായി തന്നെ ചെന്നൈയിൽ എത്തിച്ചതും നാഗേഷ് തന്നെയാണ്. ഇതിനിടയിലാണ് അവിടെ ആ ശില്പപാളിയുടെ ഭാരത്തിൽ 4 കിലോയുടെ വ്യത്യാസം ഉണ്ടാകുന്നത്. അതിൽ യഥാർത്ഥ പാളി മാറ്റിയ ശേഷം ഡ്യൂപ്ലിക്കേറ്റ് പാളിയാണ് ചെന്നൈയിൽ എത്തിച്ചതെന്നും കരുതപ്പെടുന്നു. ഇതോടുകൂടി തന്നെ നാഗേഷിനെ കണ്ടെത്താൻ അന്വേഷണം തുടങ്ങിയതായ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.